പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഈ പ്രഭാത വരുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവം ഒരിക്കൽ കൂടി ഒരു പുതിയ പ്രഭാതം നമുക്ക് നൽകി അനുഗ്രഹിച്ച ഒരു ദിവസമാണ്. നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നന്ദി പറയുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. 1 തെസ്സലോനിയ 5:16 പറയുന്ന വാക്കുകൾ നമുക്കൊരിക്കൽ കൂടി കടമെടുക്കാം. നിരന്തരം പ്രാർത്ഥിപ്പിൻ, നന്ദി പറയുവിൻ, സന്തോഷമായിരിപ്പിൻ. സന്തോഷമായിരുന്നു കൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം. കുറച്ച് സമയം ദൈവത്തോടു കൂടെ ആയിരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് ഈ പ്രഭാതം എന്ന് പറയുന്നത്. അനുഗ്രഹിച്ചതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ ഓരോരുത്തരും. കണ്ണുകൾ തുറക്കുവാനും ഒരിക്കൽ കൂടി തങ്ങളുടേതായ ദൗത്യം എന്താണെന്ന് ഓർമ്മപ്പെടുത്തുവാനും ദൈവത്തോട് നന്ദി പറയുവാനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിലൂടെ പ്രകടമാകുവാനും ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ സർവ്വചരാചരങ്ങളും നന്ദി പറയുന്നതോടൊപ്പം തന്നെ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പ്രഭാതം വരുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ നിയോഗങ്ങളെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു സമയങ്ങളാണ്. ദൈവത്തോട് കൂടെ നിന്നാൽ മാത്രമേ ദൈവിക പ്രവൃത്തികളാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രവൃത്തികളെല്ലാം നമ്മുടേതാവുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളായിട്ട് നമുക്ക് മാറ്റുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്നുള്ളതാണ്. നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികളാകണമെങ്കിൽ ദൈവത്തോടൊപ്പമായിരിക്കാം. അതിനുവേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഇന്ന് ഈ ടി വിയിലൂടെ ഈ സ്വരമൊക്കെ കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമ്മളെ ഒരുമിപ്പിച്ച് കൂട്ടിയതെന്നുള്ള ചിന്തയോടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. കൂട്ടായ്മയുടെ മധ്യസ്ഥയാണ്, നമ്മുടെ കുറവുകളെ നീക്കുന്ന മധ്യസ്ഥയാണ്. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാത വിരുന്ന ശുശ്രൂഷയുടെ മധ്യസ്ഥയും കൂടെയാണ്. നമുക്ക് ഈ പ്രഭാത വിരുന്നിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നമുക്കിന്ന് ഒരു നിയോഗം തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം ചോദിച്ചാൽ തരുന്ന ദൈവമാണ് അല്ലേ? നമുക്ക് ഇന്നൊന്ന് സമർപ്പിക്കാം. അത് ലഭിച്ചു എന്ന വിശ്വാസത്തോടു കൂടെ തന്നെ ആയിരിക്കണം നമ്മൾ സമർപ്പിക്കേണ്ടതും. നമ്മുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഏകദേശം 80 വയസ്സിന് മേലെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ, അവർ ചിലപ്പോഴൊക്കെ വാർദ്ധക്യത്തിൻ്റെ ആ ചില പ്രശ്നങ്ങളിലൊക്കെ നടക്കാൻ പറ്റാത്തവരുണ്ടാവാം, സംസാരിക്കാൻ പറ്റാത്തവരുണ്ടാവാം, ബെഡ് റിഡൻ ആയിട്ടുള്ളവരുണ്ടാവാം. ഇവരൊക്കെ ഒന്ന് നമുക്കൊന്ന് ഓർക്കാം. ചുറ്റുപാടും നമ്മുടെ വീട്ടിലുണ്ടാകണമെന്നില്ല, എങ്കിലും ചുറ്റുവട്ടം നമ്മുടെ മറ്റ് ഭവനങ്ങളിലോ ബന്ധുമിത്രാദികളുടെ ഇടയിലൊക്കെ ഉള്ളവരെ ഒന്ന് നമുക്കൊന്ന് ഓർക്കാം. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പലപ്പോഴും ഓർമ്മയുടെ പ്രശ്നങ്ങളുണ്ടാകാം, പലപ്പോഴും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം, മാനസിക വേദന അനുഭവിക്കുന്നവരുണ്ടാകാം. അവരൊക്കെ ഒന്ന് ഓർക്കാം. അതുപോലെ തന്നെ രോഗാവസ്ഥയിലായിരുന്നു കൊണ്ട് ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളെ നമുക്കൊന്ന് ഓർക്കാം. വൃദ്ധസദനങ്ങളിലായിരിക്കുന്ന വ്യക്തികളെ നമുക്കൊന്ന് ഓർക്കാം. ഇങ്ങനെയുള്ള അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും നമുക്കൊന്ന് ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
അവരും നമുക്ക് വേണ്ടി വഴികാട്ടിയവരാണ്, നമുക്ക് വേണ്ടി ഒരു ബേസിക്കായിട്ട് ജീവിച്ചവരാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ദേവാലയങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ദേവാലയത്തിൻ്റെ മട്ടുപാവിൽ നിൽക്കുന്ന ആ കുരിശിനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ആ കുരിശ് അവിടെ നിൽക്കണമെങ്കിൽ ഒരു അടിത്തറ ഉണ്ടാവണമെന്നുണ്ട്. ഈ അടിത്തറയാണ് നമ്മുടെ ഈ കാരണന്മാർ, ഈ വയസ്സായവരെന്ന് പറയുന്ന നമ്മുടെ പൂർവികരെന്ന് പറയുന്നവർ. നമുക്ക് ഇവരുടെ ഒരു വലിയ അനുഗ്രഹമാണ് നമ്മളൊക്കെ ഈ സന്നിധിയിലായിരിക്കുക. നമ്മളൊക്കെ ആയിരിക്കുന്നതിൻ്റെ കാരണം അവരിലൂടെയൊക്കെയാണ്, നമ്മുടെ പൂർവികരിലൂടെയാണ്. അപ്പോൾ ആ ബേസിക് അവരാണ് എന്നുള്ളത് ചിന്തയോടെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇന്നേ ദിവസം നമുക്കൊന്ന് പരിശ്രമിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് വചനം കേൾക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകാം. വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണല്ലോ നമ്മളെല്ലാം നമ്മുടെ ഇൻഫോർമേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കാനായിട്ട് സാധിക്കുക. നമ്മൾ കാണുക, കേൾക്കുക, സംസാരിക്കുക, അനുഭവിക്കുക എന്നീ മേഖലകളിലൂടെയൊക്കെയാണ് നമുക്ക് ഇൻഫോർമേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ബ്രെയിനിൽ എത്തിച്ചേർന്നാൽ മാത്രമാണ് അത് പ്രവൃത്തിയിലേക്ക് വരികയുള്ളൂ. നമ്മുടെ കൈകളിലൂടെ, കാലുകളിലൂടെ, വചനങ്ങളിലൂടെ ഒക്കെ പുറത്തു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ എത്തിച്ചേരുവാനായിട്ട്, ബുദ്ധിപദങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. അതിന് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ, ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ നമുക്കുണ്ടാകണം. പലപ്പോഴും പ്രാർത്ഥിക്കുന്നവർ ഒത്തിരി ഉണ്ടാകാം, അല്ലെങ്കിൽ വചനം കേൾക്കുന്നവർ ഒത്തിരി ഉണ്ടാകാം, പക്ഷേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവോട് കൂടിയിട്ട് നമ്മുടെ വചനം കേട്ട് അത് ബുദ്ധിപദങ്ങളിലേക്ക് എത്തിച്ച് പ്രവൃത്തി പദങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ ദൗത്യങ്ങളെ നമുക്കൊന്ന് ഓർക്കാം. നമ്മൾ ഒത്തിരിയേറെ ദൗത്യങ്ങൾ ഏറ്റെടുത്ത വ്യക്തികളാണ് അല്ലേ. ഒരു കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിൽ ഗൃഹനാഥനാണെങ്കിൽ ഗൃഹനാഥൻ്റേതായ ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു അമ്മയാണെങ്കിലോ അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. മക്കളെ സംരക്ഷിക്കേണ്ടത്, അവരെ നേർവഴിക്ക് നടത്തേണ്ടത്, ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അവനൊരു ദൗത്യം ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അവൻ്റെ ദൗത്യം എന്താണ്? യേശുവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ ദൗത്യം. അത് കഴിഞ്ഞപ്പോൾ അവൻ അപ്രത്യക്ഷമാവും. അവൻ ജീവിച്ച സാഹചര്യങ്ങളൊക്കെ അറിയാം. അവൻ എങ്ങനെയാണ് എത്രയും വളരെ സാഹസികമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. അവൻ കാട്ടിൽ ജീവിച്ചു, കാട്ടുതേനും പക്ഷേ ഇതൊക്കെ ആയിട്ടാണ് അവൻ ജീവിതം നയിച്ചതെന്നൊക്കെ പറയുന്നത്. പക്ഷെ അവൻ്റെ ദൗത്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ യേശുവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് അവൻ തയ്യാറായി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത്ര നേരം അവൻ പ്രസംഗിച്ചു. ജോർദാൻ നദി തടത്തിൽ വെച്ചിട്ട് അവൻ പ്രസംഗിക്കുകയാണ്. യേശുവിനെ പറ്റി പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അവൻ പോലും കാണാതിരുന്ന ആ ഒരു വ്യക്തിയെ യോഹന്നാൻ അവിടെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അവൻ അത് കാണാനായിട്ട് സാധിച്ചത്? വഴികാട്ടിയായ ആ യോഹന്നാനെ എങ്ങനെയാണ് യേശു ഇതാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്? അവൻ കണ്ടു കഴിഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രചോദനമനുസരിച്ച് അവൻ അവിടെ വരികയും ആരുടെ മേലെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നത് കാണുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ഇവനാണ് വരാനിരിക്കുന്ന ക്രിസ്തു എന്ന് മനസ്സിലാക്കുവാനായിട്ട് പറഞ്ഞു പഠിപ്പിക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ വലിയ പ്രചോദനമനുസരിച്ചാണ് സ്നാപക യോഹന്നാൻ അവിടെ എത്തുന്നത്. അവിടെയാണ് അവൻ യേശുവിന് മാമോദിസ കൊടുക്കാനായിട്ട് തയ്യാറാകുന്നത്. എല്ലാവർക്കും കൊടുക്കുന്നത് വഴിയായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആ യേശു എന്ന വ്യക്തിയും അവിടേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണ് അവൻ കാണുന്നത് സ്വർഗം തുറക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വരുന്നു. അവൻ കണ്ട് സാക്ഷ്യം നൽകി.
അവൻ കണ്ട് സാക്ഷി നൽകുകയാണ്. അവൻ്റെ ദൗത്യം അവിടെ പൂർത്തിയാകണം. അപ്പോഴാണ് അവൻ പറയുന്നത്, ഇതാ ഈ വ്യക്തിയാണ്, ഇവനാണ് അവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സാക്ഷി നൽകുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ദൗത്യം അവിടെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവനെപ്പറ്റി അത് അധികമൊന്നും കേൾക്കുവാനായിട്ടില്ല. പല ശിഷ്യന്മാരും അവനിലേക്ക് ആകർഷിക്കപ്പെട്ടു. ആരിലേക്ക്? യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടു. എല്ലാവരും യേശുവിൻ്റെ പിന്നാലെ പോയി. അവിടെ സ്നാപക യോഹന്നാൻ എന്നുള്ള ആ ഒരു ദൗത്യം അവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അവനില്ല, മറിച്ച് ഞാനല്ല, അവനാണ് ഇനി ഉണ്ടാകേണ്ടത്. യേശുവാണ് ഇനി നിങ്ങളുടെ നേതാവ്, യേശുവാണ് നിങ്ങളുടെ സർവസ്വം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറകെ ജനങ്ങൾ പോകാനായിട്ട് തുടങ്ങി. സ്നാപക യോഹന്നാൻ്റെ പ്രവൃത്തി അവിടെ പൂർത്തീകരിച്ചു. യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, നീ എവിടെ താമസിക്കുന്നു? യേശു പറയുന്നുണ്ട്, വന്ന് കാണുക. നമ്മളൊക്കെ പലപ്പോഴും യേശു എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കാറുണ്ട്. വന്ന് കാണുക. യേശുവിനോടൊപ്പം വസിക്കുമ്പോഴാണ് യേശുവിനെ കാണുവാനായിട്ട് സാധിക്കുക. അവർ യേശുവിനോടൊപ്പം ഒരു ദിവസം അങ്ങ് വസിച്ചു. അപ്പോഴാണ് യേശുവിനെ അനുഭവിച്ചറിഞ്ഞത്. ആ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ ആ വ്യക്തികൾ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് പോയി പറയുകയാണ്, ഞങ്ങൾ കണ്ട ക്രിസ്തുവിനെയാണ് കണ്ടത്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു, മിശിഹായെ ഞങ്ങൾ കണ്ടു എന്നാണ് പറയുന്നത്. മിശിഹായെ കണ്ടു, രക്ഷകനെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. നമ്മളൊക്കെ രക്ഷിക്കപ്പെടാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ. പക്ഷേ രക്ഷകനെ കാണുവാനായിട്ട് അവിടെ നിന്ന് ഇടയായി എന്നുള്ളതാണ്. രക്ഷകനെ കാണുവാനായിട്ട് നമ്മൾ യേശുവിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള യേശുവിനെ കണ്ട അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില വ്യക്തികൾ, ചില പുരോഹിതന്മാരൊക്കെ യേശുവിനെ കാണാനായിട്ട് പരിശ്രമിക്കുകയാണ്. രഹസ്യത്തിൽ രാത്രിയുടെ ആ മറവിലൊക്കെ വന്ന് യേശുവിനെ കാണുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ യേശുവിനെ കാണുന്നത് വഴിയായിട്ട് അവർ അനുഭവിക്കുകയാണ്. നമ്മളൊക്കെ എത്രയോ ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം, യേശുവിനെ ഒന്ന് കാണാനായിട്ട് പോയിട്ടുണ്ടാവും. സൺഡേ കുർബാനയിൽ നമ്മൾ പോകുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ കുർബാനയ്ക്ക് പോകുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ കാണാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ സമയമെടുക്കണം. യേശുവിനോടൊപ്പം ഇരിക്കുവാനായിട്ട് സമയം കണ്ടെത്തണം. അവനെ കണ്ടുകൊണ്ട് ആ ദിവസം ധന്യമാക്കാനായിട്ട് പരിശ്രമിക്കണം. കാണുന്നത് വഴിയായിട്ട് വെറുതെ കണ്ടുപോരുകയല്ല, അവനോടൊപ്പം ഇരുന്ന് സല്ലപിക്കുവാനായിട്ട്, അവനോടൊപ്പം നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ അവിടെ നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനെ അനുഭവിക്കാനായിട്ട് തയ്യാറാകണം. നമ്മൾ ഈ പ്രഭാതത്തിൽ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ആയിരിക്കുന്നൊരു നിമിഷമാണല്ലോ, വചനം കേൾക്കുന്നൊരു നിമിഷമാണല്ലോ. നമുക്ക് ഈ സമയം കഴിയുമ്പോൾ, ഈ ആരാധനയുടെ സമയത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ നമ്മളൊന്ന് തമ്പുരാൻ്റെ അടുക്കിലേക്ക് പോയി ആ തിരുഹൃദയനാഥൻ്റെ രൂപത്തിൻ്റെ മുന്നോട്ട് പോയി ചെന്ന് നിന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിച്ച് നോക്കിയേ, ഒന്ന് സംസാരിക്കാനായിട്ട് പരിശ്രമിച്ച് നോക്കിയേ. യേശുവേ, ഞാൻ നിൻ്റെ മുമ്പിലായിരിക്കുക. പലപ്പോഴും തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ മാറാലൊക്കെ ഉണ്ടാവും. ഒന്ന് അവനെ ഒന്ന് തലോടിക്കൊണ്ട്, ആ യേശുവിനെ ഒന്ന് തലോടിക്കൊണ്ട്, യേശുവിനെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട്, യേശുവിനോടൊന്ന് സംസാരിച്ചുകൊണ്ട്, യേശുവിനെ ഒന്ന് കണ്ടുകൊണ്ട് ഒന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഭവിക്കുവാനായിട്ടൊന്ന് തയ്യാറായിരിക്കും. ഞാൻ എൻ്റെ യേശുവും ആരും ഇല്ലാത്ത സമയത്തൊക്കെ പോയാലും മതി. ആ നമ്മുടെ വീട്ടിലിരിക്കുന്ന തിരുഹൃദയ നാഥൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഒന്ന് യേശുവുമായിട്ടൊന്ന് സല്ലപിച്ച് നോക്കി. അല്ലെങ്കിൽ ആരാധനയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് നമ്മൾ യേശുവുമായിട്ടൊന്ന് സല്ലപിച്ച് നോക്കി. ഒന്ന് പുഞ്ചിരിയോടെ നമ്മുടെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ പുഞ്ചിരിയോടും വേദനയോടും കരച്ചിലോടും ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കി. യേശുവിനെ അനുഭവിക്കാനായിട്ട് സാധിക്കും. യേശു എന്നാ നമ്മളോട് പറയുക, നിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, നിൻ്റെ ഭാരങ്ങളും നിങ്ങളുടെ എല്ലാ അവസ്ഥയും ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൗത്യം എന്തായിരുന്നു? ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. യേശു പറയുന്ന രണ്ട് കാര്യങ്ങളുള്ളൂ. അവസാന നിമിഷത്തിൽ യേശു നമ്മളോട് പറയുന്നത് ഒരു ദൗത്യമായിട്ട് നൽകിക്കൊണ്ട് പറയുകയാണ്, എന്നോട് കൂടെ ആയിരിക്കുക, എനിക്ക് വേണ്ടി അയക്കപ്പെടുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, എന്നോട് കൂടെ ആയിരിക്കുക. അത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി അയക്കപ്പെടണം. അതിന് എന്നോട് കൂടെ ആയിരിക്കുന്നവനെ എന്തെങ്കിലും ആശയങ്ങൾ കിട്ടുള്ളൂ. എന്നോട് ഐക്യപ്പെടാനായിട്ട് തയ്യാറാവണമെങ്കിൽ ഈ ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോഴേ ആ അനുഭവത്തിലായിരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന് വേണ്ടി ഐക്യപ്പെടാൻ പറ്റുള്ളൂ. ദൈവത്തോട് കൂടെ ആയിരിക്കാത്ത ഏതൊരു വ്യക്തിയും വചനം പ്രഘോഷിച്ചാലായി അവന് അനുഭവം കിട്ടുകയില്ല. ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവൻ്റെ വചനം അത് ഏറ്റവും അർത്ഥവത്തായിരിക്കും, ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇന്നേ ദിവസം
നമുക്കൊന്ന് പരിശ്രമിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് കുറച്ച് സമയമെങ്കിലും, ഒരു 10 മിനിറ്റെങ്കിലും ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തോടൊന്ന് സല്ലപിക്കാനായിട്ട്. എൻ്റെ ദൗത്യം ഇതാണല്ലോ ദൈവമേ, നീ എനിക്ക് നൽകിയത്, നിന്നോട് കൂടെ ആയിരിക്കാനായിട്ട്. ഇത് കഴിഞ്ഞാലോ ദൈവം നമ്മളോടും പറയും, മകനെ മകളെ, നിൻ്റെ ദൗത്യം ഇതാണ്. നീ പോയി മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. എൻ്റെ സ്നേഹം നീ പകർന്നു കൊടുക്കുക. നിനക്കുണ്ടാകുന്ന സഹനങ്ങൾ എൻ്റേതായ സഹനങ്ങളാണ്, നിനക്ക് ഞാൻ തന്നതാ. എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നിനക്ക് തന്ന സഹനങ്ങളായിരിക്കാം. ആ സഹനങ്ങളിലൂടെ നീ അതിനെ അതിജീവിച്ച് മറ്റുള്ളവർക്ക് സാക്ഷികളാകുക. നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. നമുക്ക് ഇന്നത്തെ ദിവസം തമ്പുരാനോടൊന്ന് സല്ലപിക്കാം. തമ്പുരാനോട് ചേർന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും തമ്പുരാനിലേക്ക് സമർപ്പിക്കാം. അനുഭവിച്ചറിയുവാനായിട്ട് തയ്യാറാകട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു നിമിഷമായിട്ട് ഈ മണിക്കൂറിനെ ഇടയാക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ, നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ നിയോഗങ്ങളെ, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ദൈവം ഓരോരുത്തരെയും നമ്മുടെ നിയോഗങ്ങളെയും തൊട്ട് സുഖപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ, അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. സ്വർഗീയ വിശുദ്ധന്മാരെയും മാലാഖമാരെയും ഒരു നിമിഷം നമുക്കൊന്ന് ഓർക്കാം. അവരെല്ലാവരും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ഈ സ്വർഗീയ വിശുദ്ധരും മാലാഖമാരും നമ്മുടെ കൂടെയുണ്ടെന്ന് ഒന്ന് വിശ്വസിച്ച് നോക്കിയേ. നമുക്ക് വലിയൊരു അനുഭവമായിരിക്കും, സ്വർഗീയ അനുഭവം നമുക്ക് ലഭിക്കും. നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായിരിക്കുന്ന വിശുദ്ധൻ ഇതിലുണ്ടാകാം, നമ്മുടെ കാവൽ മാലാഖമാർ അതിലുണ്ടാകാം. അവരെല്ലാം ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞു നോക്കിയേ. അവർക്ക് വേണ്ടി അവരുടെ സന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ. തീർച്ചയായിട്ടും ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുവാനായിട്ട് സാധിക്കും. നമ്മുടെ നിയോഗങ്ങൾ നമ്മുടേത് മാത്രമല്ലല്ലോ, മറ്റുള്ളവരുടെ നിയോഗങ്ങൾ നമ്മൾ ചേർത്ത് വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ഒരു വലിയ അനുഭവമായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. അവരെയും നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക മധ്യസ്ഥനെ നമുക്കൊന്ന് ഓർക്കാം. ഈ സ്വർഗീയ വൃന്ദങ്ങളിൽ നമ്മുടെ ഇടവക മധ്യസ്ഥനുണ്ടായിരിക്കും. അവരെ ഒന്ന് ഓർത്ത് അവരുടെ മധ്യസ്ഥയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ വികാരിയച്ഛനെയും ഇടവക വ്യക്തികളെല്ലാവരെയും നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് ദിവസം നമ്മുടെ വീട്ടിലായിരിക്കുന്ന കുഞ്ഞുമക്കൾ, സ്കൂളിൽ പോകുന്ന വ്യക്തികൾ, അതുപോലെ തന്നെ പൂർണ്ണ ഗർഭിണികളായിട്ടുള്ളവർ, മക്കളില്ലാത്ത ദമ്പതികൾ, അതുപോലെ തന്നെ സദനത്തിലായിരിക്കുന്ന വ്യക്തികൾ, വയസ്സായിട്ടുള്ള വ്യക്തികൾ, അപ്പച്ചന്മാർ, അമ്മച്ചമാർ, രോഗാവസ്ഥയിലായിരിക്കുന്ന, ഭിന്നശേഷിക്കാരുടെ അവസ്ഥയിലായിരിക്കുന്നവർ, ക്യാൻസർ മൂലം കിഡ്നി പേഷ്യൻസ് ആയിട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും എല്ലാവരെയും നമുക്കൊന്ന് ഒരു നിമിഷം, ഹോസ്പിറ്റലായിരിക്കുന്ന ഒത്തിരിയേറെ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന, ഓപ്പറേഷനൊക്കെ വിധേയരായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഒരു നിമിഷം നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. അവരെല്ലാവരെയും തൊട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഒരു ഇളങ്കാറ്റ് പോലെ അവരുടെ ജീവിതങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ നമുക്കൊന്ന് സമർപ്പിക്കാം. അതുപോലെ തന്നെ ഈ ഡിവൈൻ ഗുഡ്നസ് ചാനലിനെ നമുക്ക് സമർപ്പിക്കാം. ഇവിടെ ധ്യാനിക്കുന്ന വ്യക്തികളെ, ഈ ഗുഡ്നസ് ടി-വിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, അവരുടെ നിയോഗങ്ങളെ എല്ലാം നമുക്ക് തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, തൊട്ട് അനുഗ്രഹിക്കട്ടെ. സാന്നിധ്യവും സാമീപ്യമായിട്ട് അനുഭവവേദ്യമായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഈ വചനം കേൾക്കുമ്പോൾ നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന, വചനകൂടാരങ്ങളിലും വലിയ കൂടാരങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ തയ്യാറാകാം. അവരുടെ നിയോഗങ്ങളെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം.
അവരോരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, അവർ നിയോഗങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ജപമാലയെങ്കിലും ചൊല്ലി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ നിയോഗങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തി ഈ നിയോഗങ്ങളിലും നമ്മൾ അർപ്പിക്കപ്പെട്ട ഏതൊരു പ്രാർത്ഥനയിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ത്രിത്വിക ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ പ്രാർത്ഥനകളെല്ലാം എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.
സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ പാപ്പായുടെ എല്ലാ നിയോഗങ്ങളോടും പരിശുദ്ധ പാപ്പായോട് ചേർന്ന് നിന്നുകൊണ്ട് കർദിനാൾമാരോടും മെത്രാപ്പോലിത്തന്മാരോടും മെത്രാന്മാരോടും പുരോഹിതന്മാരോടും സന്യാസിനികളോടും ആത്മായ പ്രേക്ഷിതരോടും ചേർന്ന് നിന്നുകൊണ്ട് ഏക മനസ്സോടെ ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മൾ ഓരോരുത്തരും വന്നു നിറയുകയാണ്. ഇന്ന് നമ്മൾ കേട്ടതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേലെ ഇറങ്ങി വന്നതുപോലെ തന്നെ നമ്മളിൽ ഓരോരുത്തരും വന്ന് നിറയുവാനായിട്ട് ആ ത്രിത്വൈക ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നേ ദിവസത്തിൻ്റെ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി.